ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णकरुणासिन्धो दीनबन्धो जगत्पदे गोपेशा गोपिका कान्दा राधा कान्दा नमोस्तुते तप्तकाञ्जनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. അധ്യായം 6 ശ്രീമദ് ഭഗവത്ഗീത, ശ്ലോകം 7 നമ്മൾ പഠിക്കുന്നത്. ജിതാത്മനാ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോ. ജിതാത്മനാ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോ. ഓക്കെ, ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. ജിതാത്മനാ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോ. ഹരേ കൃഷ്ണ. ഓക്കെ, ട്രാൻസ്ലേഷൻ ആരെങ്കിലും വായിക്കുന്നു? വിവർത്തനം. മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുകയാൽ പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും സുഖദുഃഖവും മാനവും അപമാനവും എല്ലാം ഒന്നുപോലെ തന്നെ. ഓക്കെ, താങ്ക് യു. ഇവിടെ പറയുന്നത് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു യോഗ, അഷ്ടാംഗയോഗത്തെക്കുറിച്ച്. ആ തുടക്കത്തിലെ ഒരു സ്റ്റേജിനെ പറയുന്നത് എന്താണ്? യോഗാരൂക്ഷ, യോഗാരൂഢ. യോഗാരൂഢ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് സ്റ്റേജാണ്. അതായത് അഷ്ടാംഗ യോഗത്തിലെ അഡ്വാൻസ് സ്റ്റേജിനെയാണ് യോഗാരൂഢ എന്ന് പറയുന്നത്. യോഗാരൂക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജ്, തുടക്കം. ഇവിടെ 7ാമത്തെ ശ്ലോകത്തോട് 7, 8, 9 3 ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ പറയുന്നത് ആ യോഗാരൂഢ സ്റ്റേജിലെത്തിയിട്ടുള്ള, അതായത് ടോപ്പ് മോസ്റ്റ് സ്റ്റേജിൽ, അഷ്ടാംഗയോഗത്തിൻ്റെ ടോപ്പ് മോസ്റ്റ് സ്റ്റേജിലെത്തിയിട്ടുള്ള ആളുകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. എങ്ങനെയാണ് അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ. ജിതാത്മന പ്രശാന്തസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിതാത്മന എന്ന് പറഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിച്ചിട്ടുള്ള ആൾ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മനസ്സ് നിയന്ത്രണത്തിലായിരിക്കും. യോഗാരൂഢ സ്റ്റേജിലെത്തിയ ആളുകളുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. മനസ്സിനെ പൂർണ്ണമായിട്ടും അവർ നിയന്ത്രിച്ചിട്ടുണ്ടാവും. ജിതാത്മന. പ്രശാന്തസ്യ
പ്രശാന്തസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു ശാന്തഭാവത്തിലായിരിക്കും എപ്പോഴും. അവരെ ഒന്നും തന്നെ അവരെ എജിറ്റേറ്റ് ചെയ്യാത്തൊരു അവസ്ഥ. ഇനി പരമാത്മാ സമാഹിത, പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, പരമാത്മാവിലേക്ക്, ഭഗവാനല്ല പരമാത്മാവ്. കാര്യം യോഗ വ്യത്യാസവും ഉണ്ടാവും പരമാത്മാവും ഭഗവാനും തമ്മിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഗികൾ അഷ്ടാംഗ യോഗം ചെയ്യുന്നവർ പരമാത്മാവായിട്ടുള്ള ഭഗവാനിലേക്കാണ് അവർ പരമാത്മാവായിട്ടുള്ള ഭഗവാനെയാണ് അവർ ധ്യാനിക്കുന്നത്. ഗോലോക വൃന്ദാവനത്തിലെ ശ്യാമസുന്ദരനെ അല്ല, പരമാത്മാവായിട്ടുള്ള ഭഗവാനെയാണ് അവർ ധ്യാനിക്കുന്നത്. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പരമാത്മാ സമാഹിത. പക്ഷേ ആ പരമാത്മാവിൽ അവർ കംപ്ലീറ്റ്ലി അവർ അബ്സോർബ് ചെയ്തിരിക്കുകയായിരിക്കും. ഓക്കെ. ഇനി സിംറ്റം എന്തൊക്കെയാണ്? ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ മാനയോ. ശീത ഉഷ്ണ. ശീതം ഉഷ്ണം എന്ന് പറഞ്ഞാൽ ചൂടല്ലെങ്കിൽ തണുപ്പ്. ഇതിനെല്ലാം ദ്വന്ദ്ങ്ങളെന്ന് പറയും അല്ലേ, നമ്മൾ പറയാറുണ്ട് പലപ്പോഴും. ദ്വന്ദ്ങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട്, തണുപ്പ്, സന്തോഷം, ദുഃഖം, രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങൾ. സുഖ ദുഃഖേഷു, സന്തോഷവും ദുഃഖങ്ങളും. പിന്നെ മാന അപമാന. മാനം എന്ന് പറഞ്ഞാൽ ഓണർ, അപമാനം എന്ന് പറഞ്ഞാൽ ഡിസോണർ. ഈ പറയുന്ന കാര്യങ്ങൾ ഇതിനെല്ലാം നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഡ്യുവാലിറ്റീസ് അല്ലെങ്കിൽ ദ്വന്ദ്ങ്ങൾ എന്ന് പറയും. ഈ ദ്വന്ദ്ങ്ങൾ ഈ ഭൗതിക ലോകത്തിലെ ഒരു ലക്ഷണമാണ്, ഭൗതിക ലോകത്തിലുള്ളതാണ് ആക്ച്വലി. ചൂട്, തണുപ്പ്, സന്തോഷം, വിഷമം, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു യോഗാരൂഢ സ്റ്റേജിലെത്തിയിട്ടുള്ള ആള് അവർ ന്യൂട്രലായിരിക്കും. ശീതോഷ്ണ ദുഃഖേഷു തഥാ മാനാപമാനയോ. ഇങ്ങനെയുള്ള അതായത് ഇങ്ങനെയുള്ള ദ്വന്ദ്ങ്ങളിൽ അവർ ന്യൂട്രലായിരിക്കും. സന്തോഷം വരുമ്പോൾ അവർ കൂടുതൽ സന്തോഷിക്കുന്നുമില്ല, ദുഃഖം വരുമ്പോൾ അവർ വിഷമിക്കുന്നുമില്ല. ചൂടായാലും തണുപ്പായാലും അവർക്ക് ഒരേപോലെ തന്നെ. അപമാനമാണെങ്കിലും ആരെങ്കിലും പുകഴ്ത്തുകയാണെങ്കിലും രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. അവരെല്ലാത്തിനെയും ഒരേപോലെ അല്ലെങ്കിൽ ഒരേ ഭാവത്തിൽ കാണുന്നു. അതാണ് അവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള യോഗാരൂഢ സ്റ്റേജിലെത്തിയിട്ടുള്ള ആളുകളുടെ ലക്ഷണങ്ങൾ. ഒന്ന്, ജിതാത്മന, മനസ്സിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നു. പ്രശാന്ത, വളരെ ശാന്തിയോട് കൂടിയിരിക്കുന്നു എപ്പോഴും. പരമാത്മ സമാഹിത, എപ്പോഴും പരമാത്മാവിലേക്ക് പൂർണ്ണമായിട്ടും പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ശീതോഷ്ണ ദുഃഖേഷു തഥാ മാന അപമാനയോ. ഈ പറയുന്ന മാനമാവട്ടെ അപമാനമാവട്ടെ, ചൂട്, തണുപ്പ്, സന്തോഷം, ദുഃഖം, ഈ പറയുന്ന ദ്വന്ദ്ങ്ങളിൽ നിന്നൊക്കെ എല്ലാം അവർ ഒരേപോലെ കാണുന്നു, എല്ലാത്തിനെയും ന്യൂട്രലായിട്ട് കാണുന്നു. അതാണ് ലക്ഷണം. ഇനി ശിലപ്രഭുപാദിൻ്റെ ഭാവാർത്ഥം. ശിലപ്രഭുപാദ് കി ജയ്. ആക്ച്വലി എവറി ലിവിംഗ് എൻറ്റിറ്റി is intended to abide by the dictation of the Supreme Personality of Godhead, who is seated in everyone's heart as Paramatma. When the mind is misled by external illusory energy, one becomes entangled in material activities. Therefore, as soon as one's mind is controlled through one of the yoga systems, one should be considered to have already reached the destination. Srila Prabhupada പറയുന്നു, എവ്രി ലിവിങ് എൻറ്റിറ്റി, ഓരോ ജീവജാലങ്ങളും ഭഗവാന്റെ നിർദ്ദേശങ്ങൾക്ക്, ഭഗവാന്റെ ഡിക്റ്റേഷന്, അല്ലെങ്കിൽ ഭഗവാൻ ആക്ച്വലി ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. ഡിക്റ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട്, നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി പറയുകയാണെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഡിക്റ്റേഷൻ കേൾക്കുന്നില്ല എന്ന് മാത്രം. പരമാത്മാവായിട്ടിരിക്കുന്ന ഭഗവാൻ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും, എല്ലാ കാര്യത്തിലും ബേസിക്കലി. ബട്ട് വി ആർ നോട്ട് ഹിയറിങ് ദാറ്റ്. സോ പ്രോബ്ലം എന്താണെന്നുള്ള ഇവിടെ പറയുന്നത് ശീല പ്രഭുപാദി, മനസ്സ് വെൻ ദ മൈൻഡ് ഈസ് മിസ്ലെഡ് ബൈ എക്സ്റ്റേണൽ ഇലൂഷൻ എനർജി, അതായത് ഈ പുറമേയുള്ള ഈ മായാലോകത്തിലെ കാര്യങ്ങളിലുള്ള മനസ്സ് വ്യാപൃതരായി ഇരിക്കുകയാണെങ്കിൽ, ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാണെങ്കിൽ, കൂടുതൽ എൻഗേജ് ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അതുകൊണ്ടാണ് നമുക്ക് പരമാത്മാവിൻ്റെ ഡിക്റ്റേഷൻ കേൾക്കാത്തത് ആക്ച്വലി. എന്നാൽ as soon as one's mind is controlled by one of the yoga systems, one should be considered to have reached the destination. So നമ്മൾ ഏതെങ്കിലും യോഗ അഭ്യാസത്തിലൂടെ, ഇപ്പോൾ നമ്മൾ പറയുന്ന അഷ്ടാംഗ യോഗമാണ്, അഷ്ടാംഗ യോഗമാവട്ടെ, ജ്ഞാനയോഗമാവട്ടെ, കർമ്മയോഗമാവട്ടെ, ഭക്തിയോഗമാവട്ടെ, ഏതെങ്കിലും യോഗ സിസ്റ്റത്തിലൂടെ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
അത് വലിയൊരു നേട്ടം തന്നെയാണ്. One has to abide by supreme dictation. When one's mind is fixed on the superior nature, he has no alternative but to follow the dictation of the Supreme. So Bhagavan, when one's mind is fixed on the Supreme, അതായത് നമ്മൾ ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ട് മനസ്സിനെ സമർപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഭഗവാന്റെ ഡിക്റ്റേഷൻ കേൾക്കാം, ഭഗവാൻ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും, ഇല്ലെങ്കിൽ കേൾക്കില്ല. മൈൻഡ് മസ്റ്റ് അഡ്മിറ്റ് സം സുപ്പീരിയർ ഡിക്റ്റേഷൻ ആൻഡ് ഫോളോ ഇറ്റ്. മനസ്സിൻ്റെ പ്രോബ്ലം അതാണ്. നമ്മൾ കഴിഞ്ഞ ഇതിനു മുമ്പുള്ള 2 ശ്ലോകങ്ങളിൽ പഠിച്ചു, ഉദ്ധരേത് ആത്മനാത്മാനം, അല്ലേ? അതായത് മനസ്സിനെ നമ്മൾ ഈ പറയുന്ന എല്ലാ മനസ്സിനെയും നിയന്ത്രിക്കണമെന്നുള്ള പറയുകയാണ്. അല്ലെങ്കിൽ ചില സമയത്ത് ശത്രുവാവും, ചില സമയത്ത് മിത്രമായിരിക്കും. സോ എപ്പോഴും നമുക്ക് മിത്രമായിട്ട് വേണം മനസ്സിനെ, ശത്രുവായിട്ട് വേണ്ട. അപ്പോൾ മനസ്സിനെ ഏതെങ്കിലും ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഡിക്റ്റേഷൻ മനസ്സിന് ആവശ്യമാണ്. ഇല്ലെങ്കിൽ എന്താ പ്രോബ്ലം വെച്ചാൽ മനസ്സിൻ്റെ വഴിക്ക് പോകും. ദി ഇഫക്റ്റ് ഓഫ് കൺട്രോളിങ് ദ മൈൻഡ് ഈസ് ദാറ്റ് വൺ ഓട്ടോമാറ്റിക്കലി ഫോളോസ് ദ ഡിക്റ്റേഷൻ ഓഫ് പരമാത്മ ഓർ സൂപ്പർ സോൾ. സോ മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ ഫോളോ ചെയ്യും. ബിക്കോസ് ദിസ് ട്രാൻസെൻഡൽ പൊസിഷൻ ഈസ് അറ്റ് വൺസ് അച്ചീവ്ഡ് ബൈ വൺ ഹു ഈസ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. The devotee of the Lord is unaffected by the dualities of material existence, namely distress and happiness, cold and heat. This state is practical samadhi or absorption in the Supreme. So, നേരത്തെ പറഞ്ഞ നമ്മൾ ശ്ലോകത്തിൽ വായിച്ചതുപോലെ ഈ പറയുന്ന ദ്വന്ദ്ങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും മുക്തരായിരിക്കും. ദ്വന്ദ്ങ്ങളൊന്നും ഒരു തരത്തിലും അവർക്ക് എഫക്റ്റ് ചെയ്യില്ല. അവരെല്ലാത്തിനെയും ഒരേപോലെ സമാന ഭാവത്തോടുകൂടി എല്ലാ ദ്വന്ദ്ങ്ങളെയും കാണുന്നു. അതേപോലെ അവരുടെ മനസ്സ് പൂർണ്ണമായിട്ട് നിയന്ത്രണത്തിലായിരിക്കും. മനസ്സ് നിയന്ത്രണത്തിലാണെങ്കിൽ, ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ മനസ്സ് ഓടുന്നില്ലെങ്കിൽ, പരമാത്മാവ് പറയുന്നത്, പരമാത്മാവിൻ്റെ ഡിക്റ്റേഷൻ നമുക്ക് കേൾക്കാൻ സാധിക്കും, അത് ഫോളോ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ തോന്നിയ കാര്യങ്ങൾ, മനസ്സിന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ആ വഴിക്ക് പോയി ഭഗവാനെ മറന്നു പോകുന്നത്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. യോഗാരൂഢ സ്റ്റേജിലെത്തിയിട്ടുള്ള യോഗികളുടെ ലക്ഷണങ്ങൾ. ഇനി കഴിഞ്ഞിട്ടില്ല, ഈ ശ്ലോകത്തിലും അടുത്ത ശ്ലോകത്തിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഈ കാര്യം. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂട്ടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇതി ഉച്യത്തെ യോഗി സമാ ലോച്ഛ്രാംശ കാഞ്ചനഃ. ഹരേ കൃഷ്ണ. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്തായുത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം. ഹരേ കൃഷ്ണ, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായ ഒരാളെ ആത്മസാക്ഷാത്കാര നിഷ്ഠനായ യോഗി എന്നു പറയാം. ആത്മസംയമിയായ അയാൾ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്നു. അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും ഒന്നുപോലെ തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ യോഗാരൂഢ സ്റ്റേജിൽ ഹയസ്റ്റ്, അഷ്ടാംഗയോഗത്തിൽ ഹയസ്റ്റ് സ്റ്റേജ് സമാധിയിൽ എത്തിയിട്ടുള്ളൊരു വ്യക്തി, അങ്ങനെയുള്ളൊരു യോഗി, അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹം സംതൃപ്തനായിരിക്കും. കാര്യം അദ്ദേഹത്തിനുള്ള അറിവും അദ്ദേഹത്തിനുള്ള വിജ്ഞാനവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന തിരിച്ചറിയലുകളും ഭഗവാൻ പലതും അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാവും. ആത്മസാക്ഷാത്കാരവും ആ സ്റ്റേജിൽ എത്തിയിട്ടുള്ള ഒരാൾ, അവരൊന്നും തന്നെ അവരെപ്പോഴും എപ്പോഴും സന്തോഷവും അല്ലെങ്കിൽ എപ്പോഴും ഒരു തൃപ്തരായിരിക്കും. അതാണ് പറയുന്നത്. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ, തൃപ്തരായിരിക്കും അവർ. കാര്യം അവരുടെ ഇന്ദ്രിയങ്ങളെ അവർ നിയന്ത്രിക്കുന്നുണ്ട്, മനസ്സിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ അവർ കാണുന്നതെല്ലാം, അതായത് കല്ലാവട്ടെ എന്ത് വേണേ, അത് സ്വർണമാവട്ടെ, എല്ലാത്തിനെയും ഒരേപോലെ കാണുന്നു, വ്യത്യാസമില്ല. കാര്യം കല്ലായാലും സ്വർണ്ണമായാലും അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കല്ല് സാധാരണഗതിയിൽ ഒരു കർമ്മിയുടെ അടുത്ത്, സാധാരണ ഒരാളുടെ മുമ്പിൽ സ്വർണം വേണോ
ഒരു കല്ല് വേണോ, രണ്ടും തമ്മിൽ നമ്മൾ ഏത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കല്ലെടുക്കുമോ? ഇല്ല, സ്വർണം എടുക്കൂലേ? കാര്യം എന്താണ്? അതിനെ രണ്ടും രണ്ടായിട്ട് കാണുന്നു. കല്ലിന് വിലയില്ല എന്ന് തോന്നുന്നു, സ്വർണത്തിന് വിലയുണ്ടെന്ന് മനസ്സിലാക്കുന്നു, അതുകൊണ്ട് സ്വർണം എടുക്കുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള വ്യക്തി, അതായത് ഈ ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള വ്യക്തി, അങ്ങനെയുള്ളവർക്ക് കല്ലാവട്ടെ അല്ലെങ്കിൽ സ്വർണമാവട്ടെ എല്ലാം ഒരേപോലെയാണ്. അവർക്കതിൽ വ്യത്യാസമൊന്നും അവർ കാണുന്നില്ല. ശീലപ്രഭുപാദ് ഭാവാർത്ഥത്തിൽ എന്താ പറയുന്നത് നോക്കാം. ബുക്ക് നോളേജ് വിത്തൗട്ട് എ റിയലൈസേഷൻ ഓഫ് ദ സുപ്രീം ട്രൂത്ത് ഈസ് യൂസ്ലെസ്. അത് വെറുതെ നമ്മൾ പുസ്തകത്തിലെ അറിവ് ഉണ്ടായിക്കൊണ്ട് മാത്രം കാര്യമില്ല. തിരിച്ചറിവ് ഉണ്ടാവണം. റിയലൈസേഷൻ ഇല്ലാതെ കാര്യമില്ല. പുസ്തകത്തിൽ നമ്മൾ കുറേ ശ്ലോകം പഠിച്ചു, കാണാതെ പഠിച്ച് ഒരു പാരറ്റിനെ പോലെ ശ്ലോകം കോട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് എന്താണ് തിരിച്ചറിവുണ്ടാവുന്നത്, അതിലാണ് കാര്യം ഇരിക്കുന്നത്. വേറെ പ്രസ്ഥാനത്തിലുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, കുറേ ശ്ലോകങ്ങൾ പഠിപ്പിക്കും, വളരെ നല്ല ഭംഗിയായിട്ട് ശ്ലോകങ്ങളൊക്കെ റിസൈറ്റ് ചെയ്യിപ്പിക്കും. കുട്ടികളത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കും, ഒരുപാട് പ്രൈസ് കിട്ടും. ഭഗവത്ഗീത ചിലപ്പോഴൊക്കെ ഭഗവത്ഗീത മുഴുവനും എല്ലാ ശ്ലോകങ്ങളും ഭംഗിയായിട്ട് ചൊല്ലും. പക്ഷേ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ഭഗവത്ഗീതയിൽ പറയുന്ന പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ ലൈഫിൽ, അതുമില്ല. അതുകൊണ്ട് കാര്യമില്ല ആക്ച്വലി. ഓക്കെ, അവർ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്, ആ ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കണം. എന്നാലും അത് പൂർണ്ണമല്ല. അത് ഗീതയിലെ എല്ലാ ശ്ലോകം കാണാതെ അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, തത്വങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ ആചരിച്ചില്ലെങ്കിൽ കാര്യം എന്താണ് വരുന്നത്? ഇവിടെ മനോഹരമായിട്ടുള്ള ശ്ലോകം ഭക്തിരസാമൃത സിന്ധുവിൽ നിന്ന് ശില റൂപഗോസ്വാമി എഴുതിയിട്ടുള്ള ശ്ലോകം ശിലപ്രഭുപാദി ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നു. അതാ ശ്രീകൃഷ്ണനാമാദി ന ഭവേത് ഗ്രാഹിമിന്ദ്രിയൈ സേവോന്മുഖേ ഹി ജിഹ്വാദോ സ്വയം ഏവ സ്ഫുരത്യത. സോറി, ഹരേ കൃഷ്ണ. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. അതാ ശ്രീകൃഷ്ണ നാമാദി, അതായത് ന ഭവേത് ഗ്രാഹിമിന്ദ്രിയൈ. ഒരാൾക്ക് ആർക്കും, അല്ലെങ്കിൽ ഒരാൾക്കല്ല ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള പേരോ ഭഗവാന്റെ നാമത്തിൻ്റെ മഹാത്മ്യമോ അല്ലെങ്കിൽ ഭഗവാന്റെ രൂപത്തെക്കുറിച്ചോ ഭഗവാന്റെ സവിശേഷതകൾ, ക്വാളിറ്റീസ് ആവട്ടെ, ഭഗവാന്റെ ലീലകളാവട്ടെ, ഇതൊന്നും സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ളവർക്ക് നാ ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയൈ, അതായത് ഇന്ദ്രിയങ്ങൾ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകിൽ ഓടി 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 ഇന്ദ്രിയങ്ങൾ കണ്ടാമിനേറ്റ് ആവും, നമുക്ക് സംഭവിച്ചിട്ടുള്ളത് പോലെ. അങ്ങനെയുള്ളവർക്ക് കൃഷ്ണൻ്റെ നാമമാവട്ടെ, ലീലകളാവട്ടെ, രൂപമാവട്ടെ, ഇതിനെയൊന്നും ഈ പറയുന്ന അതീന്ദ്രിയ തലത്തിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. എന്നാൽ ശില റൂപഗോസ്വാമി പറയുന്നു, സേവോന്മുഖേ ഹി ജിഹ്വാദോ സ്വയം ഏവ സ്ഫുരത്യത. എന്നാൽ സാധിക്കുന്നത് എപ്പോഴാണ്? വെൻ വൺ ബിക്കം സ്പിരിച്വലി സാച്ചുറേറ്റഡ് ബൈ ദ ട്രാൻസെൻഡൻ്റൽ സർവീസ് ടു ദ ലോർഡ്. അതായത് സേവോന്മുഖേ ഹി ജിഹ്വാദോ, എങ്ങനെയാണ്? അതായത് സേവനം എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്തിയുത സേവനങ്ങളിലൂടെ സ്വയം ഏവ സ്ഫുരത്യത. ഇതെല്ലാം ഈ പറയുന്ന രൂപവും ഭഗവാന്റെ ക്വാളിറ്റീസും ലീലകളും ഒക്കെ ഇതെല്ലാം ഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. എങ്ങനെയാണ്? ഭക്തിയുത സേവനങ്ങളിലൂടെ. പക്ഷേ അവിടെ കഴിയുന്നില്ല. ഭക്തിയുത സേവനങ്ങളോട് സേവോന്മുഖേ ഹി ജിഹ്വാദോ, നാവ് കൊണ്ടുള്ള സർവീസാണ് ആദ്യം ചെയ്യേണ്ടത്. നാവ് കൊണ്ടുള്ള സർവീസ് എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. അതാണ് ആദ്യത്തെ സർവീസ്, നാവ് ഉപയോഗിച്ചുകൊണ്ട്. രണ്ടാമത്തെ സർവീസ് നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു, സ്തുതിക്കുന്നു. അതേപോലെ പിന്നെ മൂന്നാമത്തെ കാര്യം ജിഹ്വ കൊണ്ട് ചെയ്യുന്നത് എന്താണ്? മഹാപ്രസാദം കഴിക്കുന്നു.
അപ്പോൾ സേവോന്മുഖേ ജിഹ്വാദോ, ബേസിക്കലി പറയുന്നത് നാമജപത്തിലൂടെയാണ് ഈ ഭക്തിയോ സേവനങ്ങൾ ആരംഭിക്കേണ്ടത്, തുടങ്ങേണ്ടത്. അല്ലെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സേവനമാണ് നാമജപം അല്ലെങ്കിൽ കീർത്തനം, ഭഗവാനെ സ്തുതിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുക എന്നുള്ളത്. സേവോന്മുഖേ, അങ്ങനെ ആ ഒരു നാമജപത്തിലൂടെയും കീർത്തനത്തിലൂടെയും ആരംഭിക്കുന്ന ആ ഭക്തിയുത സേവനങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്വയം ഏവ സ്ഫുരത്യത, ഇതെല്ലാം, അതായത് എല്ലാം ഭഗവാന്റെ നാമവും രൂപത്തെക്കുറിച്ചും ലീലകളെക്കുറിച്ചും തത്വങ്ങളും എല്ലാം തന്നെ നമുക്ക് ഭഗവാൻ വെളിപ്പെടുത്തി തരുന്നു. നല്ല ശ്ലോകമാണ്. ദിസ് ഭഗവത്ഗീത ഇസ് ദ സയൻസ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്. No one can become Krishna conscious simply by mundane scholarship. One must be fortunate enough to associate with a person who is in pure consciousness. So ഭഗവത്ഗീത എന്ന് പറയുന്നത് കൃഷ്ണാവബോധത്തിൻ്റെ സയൻസാണ്, ശാസ്ത്രമാണ്. നമുക്കറിയാം, വളരെ ഇത് ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നോളജാണ്. എന്നാൽ ഈ ബേസിക് ഫൗണ്ടേഷൻ തന്നെ നമ്മളെ സംബന്ധിച്ച് ഹെവിയാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ, ഭഗവത്ഗീതയിൽ പറയുന്ന തത്വങ്ങൾ മനസ്സിലാക്കാൻ പൂർണ്ണമായിട്ടും സാധിക്കുന്നില്ല. കാര്യം നമുക്ക് അത്രയും കണ്ടാമിനേഷൻ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഇത് ബേസിക് ഫൗണ്ടേഷനാണ്. ആധ്യാത്മിക പാതയിലെ ആദ്യത്തെ ചവിട്ടുപടിയാണ് ഭഗവത്ഗീത. ശരീരമല്ല ആത്മാവാണ് നമ്മളെന്ന തിരിച്ചറിവാണ് ആദ്യത്തെ തത്വം. അതുതന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ശരീരബോധത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. അതാണ് പ്രശ്നം. എനിവേ, നോ വൺ ക്യാൻ ബിക്കം കൃഷ്ണ കോൺഷ്യസ് സിംപ്ലി ബൈ മണ്ടൈൻ സ്കോളർഷിപ്പ്. അപ്പോൾ സ്കോളർഷിപ്പ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, കൃഷ്ണാവബോധത്തിൽ ആവാൻ സാധിക്കില്ല. സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PhD എടുക്കുക അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള എന്ത് സ്കോളർഷിപ്പ് എടുത്തിട്ടും കാര്യമില്ല. അത് നമുക്കറിയാം. ഈവൻ നമ്മൾ കുറേ ശ്ലോകങ്ങൾ പഠിച്ചു, കുറേ അതും ഇതൊക്കെ വായിച്ചു, ഭഗവത്ഗീത വായിച്ചു, ഇതെല്ലാം വായിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലെ തത്വങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ലെങ്കിൽ എന്താണ് കാര്യം? അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലായില്ലെങ്കിൽ കാര്യമില്ല. മനസ്സിലാവുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലല്ലേ ഫോളോ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ വായിച്ചു തീർന്നു, അതിൽ സ്കോളർഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വൺ മസ്റ്റ് ബി ഫോർച്ചുനേറ്റ് ഇനഫ് ടു അസോസിയേറ്റ് വിത്ത് എ പേഴ്സൺ ഹൂ ഇസ് ഇൻ പ്യുവർ കോൺഷ്യസ്നസ്. ഇതാണ് ഏറ്റവും ഭാഗ്യമുള്ളവർക്ക് സംഭവിക്കുന്നത്. ശുദ്ധഭക്തരുടെ സംഘം കിട്ടുന്നു, നല്ല ഭക്തരുടെ സംഘം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു പോകും. കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഹാസ് റിയലൈസ്ഡ് നോളജ് by the grace of Krishna because he is satisfied with pure devotional service. കൃഷ്ണാവബോധത്തിൽ ഉള്ള ഒരു വ്യക്തിക്ക് എല്ലാവിധ അറിവുകളും ഭഗവാൻ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ഭക്തിയോ സേവനങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാൻ ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നു. By realized knowledge one becomes perfect. By transcendental knowledge one can remain steady in the convictions, but by mere academic knowledge one can be easily deluded and confused by apparent contradiction. So നമുക്ക് വെറുതെ അക്കാഡമിക് നോളജ് ഉണ്ടായിട്ട് കാര്യമില്ല. എന്നാൽ കാര്യം അത് പലപ്പോഴും എവിടെയും എത്താൻ പോകുന്നില്ല നമ്മളെ. എന്നാൽ പ്രോപ്പറായിട്ടുള്ള അറിവായിരിക്കണം. നമുക്ക് തിരിച്ചറിവുകൾ വേണം. ജ്ഞാനം മാത്രമല്ല, ജ്ഞാനത്തിന് കൂടെ വിജ്ഞാനം വേണം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്ഡമാണ്. റിയലൈസ്ഡ് നോളജിനാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. വിജ്ഞാനം റിയലൈസ്ഡ് നോളജ് അല്ലെങ്കിൽ വെറുതെ കുറേ ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇൻഫർമേഷൻ മാത്രം ആയതുകൊണ്ട് കാര്യമില്ല. ട്രാൻസ്ഫർമേഷൻ വേണം. ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെങ്കിൽ വിജ്ഞാനം വേണം. ആ നോളജിനെ റിയലൈസ് ചെയ്യണം നമ്മൾ. റിയലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ കാണാതെ പഠിച്ച് പറയുക എന്നുള്ളതല്ല. അതിനെ മനസ്സിലാക്കിക്കൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട്, അതിനെ ജീവിതത്തിൽ ആചരിച്ചുകൊണ്ട്, അതിനെയാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. Okay. It is the realized soul who is actually self-controlled because he is surrendered to Krishna. He is transcendental because he has nothing to do with mundane scholarship. So, ഒരു ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ളൊരു വ്യക്തിക്ക് അവർക്ക് എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അവർക്ക് അറിവുകളും കിട്ടുന്നു, കൂട്ടത്തിൽ അവരുടെ ഇന്ദ്രിയങ്ങളും പൂർണ്ണ നിയന്ത്രണത്തിലാണ്. എല്ലാം കൊണ്ടും അവർക്ക് നല്ലൊരു സിറ്റുവേഷനിലായിരിക്കും അവർ. ഫോർ ഹിം
mundane scholarship and mental speculation, which may be as good as gold to others, are of no greater value than pebbles and stones. സോ ഭൗതികമായിട്ടുള്ള അറിവുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് സ്കോളർഷിപ്പ് എടുത്തു, PhD എടുത്തു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. ആക്ച്വലി അവർ ജന്മ മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കൃഷ്ണാവബോധത്തെ ഫോളോ ചെയ്യണം, ഭക്തിയുത സേവനങ്ങൾ ചെയ്യണം, അല്ലാതെ വേറെ വഴിയില്ല. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഉള്ള PhD ആവട്ടെ, എന്ത് ക്വാളിഫിക്കേഷൻ ആവട്ടെ, അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. സോ അതാണ് പറയുന്നത്, വെറുതെ കല്ലുകൾ പോലെയാണ്. കുറേ കല്ലുകൾ നമ്മൾ ശേഖരിച്ച് പെട്ടിയിൽ വെക്കുന്ന പോലെയാണ് ആക്ച്വലി. സോ നമുക്കുള്ള അറിവ് ആക്ച്വലി ഒരാൾക്ക് നല്ല സ്കോളർഷിപ്പ് കിട്ടും, അല്ലെങ്കിൽ ഒരാൾ സ്കോളർ ആണെങ്കിൽ, ഒരാൾ ഡോക്ടറാണ്, എൻജിനീയറാണ്, അല്ലെങ്കിൽ PhD ഡോക്ടറേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ബുദ്ധിയുണ്ട്. ആ ബുദ്ധി ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ ഒരു ഇത്രയും നന്നായി പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, മെറ്റീരിയൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ പോലും, അല്ലേ? എന്നാൽ ആ ബുദ്ധിയെ, ഭഗവാൻ തന്നിട്ടുള്ള കഴിവുകളെ ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ആക്ച്വലി ആ ഉള്ള കഴിവുകളൊക്കെ വേസ്റ്റാണ് സത്യം പറയുകയാണെങ്കിൽ. കാര്യം നമ്മൾ ജന്മമൃത്യു ജരാവ്യാധി ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ബുദ്ധിയെ ഉപയോഗിക്കണം. അല്ലാതെ കുറേ അറിവുണ്ടാക്കി കുറേ പൈസ സമ്പാദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം ഒരു ദിവസം നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ആത്മീയ ജ്ഞാനം നമ്മൾ ശേഖരിച്ചില്ലെങ്കിൽ കാര്യമില്ല, എല്ലാം വേസ്റ്റാണ്. ബാക്കിയുള്ള അറിവുകളൊക്കെ വേസ്റ്റാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇനി വരുന്ന ജനറേഷനിലും വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. കാര്യം മറ്റുള്ള എല്ലാവിധ അറിവുകളും അവർക്ക് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. സ്കൂളാണെങ്കിലും പുറത്തെ ആളുകളാണെങ്കിലും അവരിൽ നിന്ന് ഈ ഭൗതിക ലോകത്തിലെ എല്ലാത്തിനെയും കുറിച്ചുള്ള അറിവുകൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഏതെങ്കിലും കുട്ടികൾക്ക് മൊബൈൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്കറിയാം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ പഠിച്ചോളും. കൂട്ടത്തിൽ സ്കൂളിൽ പഠിക്കുന്നതും കോളേജിൽ പഠിക്കുന്നതൊക്കെ പഠിക്കും അവർ. പക്ഷെ ആധ്യാത്മിക ജ്ഞാനം കൊടുക്കാൻ ആരാണ് ഉള്ളത് അവർക്ക്? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് കൊടുത്തില്ലെങ്കിൽ, അതില്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ വേസ്റ്റായി പോകും. കാര്യം ബാക്കിയുള്ളതൊക്കെ ഒരു പക്ഷേ വലിയൊരു ഭൗതിക തലത്തിൽ നോക്കുമ്പോൾ വലിയൊരു ജോലിയൊക്കെ ആവും, ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കും. പക്ഷെ അതല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതൊരു ചെറിയ ഭാഗമാണ്. എന്നാൽ അതൊക്കെ നടക്കട്ടെ, വലിയൊരു വ്യക്തിയായി, അതായത് വലിയൊരു കോടീശ്വരനായി മാറട്ടെ, വലിയൊരു ബിസിനസ്സിൻ്റെ ഉടമയോ അല്ലെങ്കിൽ വലിയൊരു കമ്പനിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. കൂട്ടത്തിൽ ഭക്തരും കൂടി ആയാൽ മതി. എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. എത്രയോ ആളുകളുണ്ട് അത്രയും നല്ല പോസ്റ്റിലിരുന്നിട്ടും അവർ നല്ല രീതിയിൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നവർ. അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ നല്ല ഭാഗം ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നു. അവർ റെസ്പോൺസിബിളായിട്ടുള്ള ജോലി ചെയ്യുന്നു. അത് അവർക്ക് പേരുണ്ടാവും, പ്രശസ്തി ഉണ്ടാവും, പൈസ ഉണ്ടാവും. കൂട്ടത്തിൽ അവർ നല്ല ഭക്തരും കൂടിയാണ്. അങ്ങനെ ഇതായിരിക്കണം നമ്മുടെ, ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ആക്ച്വലി കുട്ടികളെയൊക്കെ പുതിയ ജനറേഷനെ ഗൈഡ് ചെയ്യേണ്ടത്. അല്ലാതെ കാര്യം നമുക്കൊന്നും നഷ്ടം സംഭവിക്കുന്നില്ല. പലപ്പോഴും വിചാരിക്കുന്നത് ഭക്തിമാർഗത്തിലേക്ക് വന്നാൽ നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുന്നു എന്നാണ് വിചാരിക്കുന്നത്. ആക്ച്വലി ഒന്നും നമുക്ക് നഷ്ടമാവുന്നില്ല. നമ്മൾ പ്രോപ്പർലി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നും നഷ്ടം സംഭവിക്കുന്നില്ല ആക്ച്വലി. അല്ലാതെ ഭഗവാനെ മാറ്റി നിർത്തിയിട്ടുള്ള ബാക്കി എത്ര വലിയ ഒരു സംഭവം നമുക്ക് നമ്മുടെ ലൈഫിൽ വന്നാലും, എത്ര വലിയ എഡ്യൂക്കേഷൻ നമുക്കുണ്ടായാലും, എത്ര വലിയ ജോലി ഉണ്ടായാലും, എത്ര പൈസ നമ്മുടെ ബാങ്കിലുണ്ടായിട്ടും ഒരു കാര്യമില്ല. അതൊക്കെ വെറും വേസ്റ്റാണ് സത്യം പറയുകയാണെങ്കിൽ. ഹരേ കൃഷ്ണ. സുഹൃന്മിത്രാരി ഉദാസീന മധ്യസ്ഥാദ്വേഷബന്ധുസു സാധുഷപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യത്തെ. യെസ്. ഹരേ കൃഷ്ണ. സുഹൃന്മിത്രാരുദാസീന മധ്യസ്ഥതേഷു ബന്ധുഷു സാധുഷപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ആ സുഹൃന്മിത്രാദിരുദ്ധാസീന
മിത്രാരുദാസീന മധ്യസ്വാദേഷു ബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. വിവർത്തനം. ഹരേ കൃഷ്ണ. സ്വന്തം സുഹൃത്തുക്കൾ, ഗുണകാംക്ഷികൾ, ശത്രുക്കൾ, ഉദാസീനന്മാർ, ഈർഷ്യാലുക്കൾ, ബന്ധുക്കൾ, സജ്ജനങ്ങൾ, പാപികൾ എന്നിവരെല്ലാം സമഭാവനയോടെ വീക്ഷിക്കുന്നവൻ അല്പം കൂടി പുരോഗതി നേടിയവനാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്താണ് പറയുന്നത്? സുഹൃർ മിത്രാരി ഉദാസീന മധ്യസ്ഥ ദ്വേഷ്യ ബന്ധുഷു സാധോഷപി ച പാപേഷു സമാബുദ്ധിർ വിശിഷ്യതേ. അതായത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലക്ഷണം പറയുന്നു. അതായത് അവർ കംപ്ലീറ്റ്ലി അവർ ന്യൂട്രലായിരിക്കും, ഇക്യൂ പോയിസ്ഡ് ആയിരിക്കും. അവർക്ക് അതായത് നമ്മുടെ വെൽവിഷർ ആയിക്കോട്ടെ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, നമ്മളോട് അസൂയുള്ളവരാവട്ടെ, നമ്മുടെ മിത്രമായിരിക്കട്ടെ, നമ്മുടെ ശത്രു ആയിരിക്കട്ടെ, പാപിയാവട്ടെ, പുണ്യാത്മാവട്ടെ, ആരെങ്കിലും ആവട്ടെ, ആ വ്യക്തികൾക്ക് യോഗാരൂഢ സ്റ്റേജിലെത്തിയിട്ടുള്ളവർക്ക് അവർക്കെല്ലാം ഒരേപോലെയാണ്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളും ഒന്നുമില്ല. സമഭാവത്തോടു കൂടിയിട്ടാണ് എല്ലാത്തിനെയും നോക്കിക്കാണുന്നത്. അതാണ് ഇവിടെ 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഓക്കെ, ഈ ഒരു ശ്ലോകം കൂടെ നമുക്കൊന്ന് നോക്കാം. 10ാമത്തെ. യോഗി യുഞ്ജിത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകീയത ചിത്താത്മാ നിരാശീർ അപരിഗ്രഹ. ഹരേ കൃഷ്ണ. യോഗി യുഞ്ജീത സതതാം ആത്മാനാം രഹസി സ്ഥിതഃ ഏകാകീയത ചിത്താത്മാ നിരാശീരാപരിഗ്രഹഃ. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യോഗി യുഞ്ജിത സതതം ആത്മാനാം രഹസി സ്ഥിതഃ ഏകാകീയത ചിത്താത്മാ നിരാശിർ അപരിഗ്രഹ. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം. ട്രാൻസ്ലേഷൻ. Hare Krishna, Pranam. Hare Krishna. A transcendentalist should always engage his body, mind, and self in relationship with the Supreme. He should live alone in a secluded place and should always carefully control his mind. He should be free from desires and feelings of possessiveness. താങ്ക് യു. ഇവിടെ പറയുന്നു മനോഹരമായിട്ടുള്ള ശ്ലോകം. ശ്ലോകം നമ്പർ 10 അല്ലേ? ഓക്കെ. അതീന്ദ്രിയ തലത്തിലുള്ള ആളുകൾ, അതായത് ഇവിടെ ബേസിക്കലി യോഗികളെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് അഷ്ടാംഗ യോഗത്തെക്കുറിച്ചും യോഗികളെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. യോഗി യുഞ്ജിത സതതം. എന്താണ് പറയുന്നത്? യോഗി യുഞ്ജിത സതതം, അതായത് അവരുടെ മനസ്സിനെയും ശരീരത്തെയും എല്ലാം, അതായത് ആത്മാവിനെയും എല്ലാം തന്നെ പൂർണ്ണമായിട്ടും അവർ യോഗി യുഞ്ജിത സതതം സമാധിയിലായിരിക്കും അവർ. അതായത് എല്ലാത്തിനെയും പൂർണ്ണമായിട്ട് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. പിന്നെന്താണ് പറയുന്നത്? രഹസ്യ സ്ഥിതഃ ഏകാക്കി, അതായത് അവർ ആരുമില്ലാത്ത സ്ഥലത്ത്, സെക്ലൂഡഡ് ആയിട്ടുള്ള സ്ഥലത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത് അവർ ജീവിക്കുന്നു. അതേപോലെ യത ചിത്താത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി അവരെപ്പോഴും
വളരെ ശ്രദ്ധ കൊടുക്കുന്നു മനസ്സിനെ, അതായത് ഒരു തരത്തിലും മനസ്സിൻ്റെ കൺട്രോൾ പോവാതെ അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. നിരാശീർ അപരിഗ്രഹ, നിരാശീർ അതായത് ഒരു ആശയം ഉണ്ടാവില്ല അവർക്ക്, ഒരു ആഗ്രഹങ്ങളും ഉണ്ടാവില്ല. അപരിഗ്രഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെയും ഉടമസ്ഥാവകാശവും അവരെടുക്കില്ല, ഒരു പൊസഷനും എടുക്കില്ല. അപ്പോൾ അങ്ങനെയൊന്നും, ഇതെല്ലാം ആക്ച്വലി യോഗാരൂഢ സ്റ്റേജിലുള്ള പ്രാക്ടീസസ് ആണ് ആക്ച്വലി. ഐ മീൻ ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ബേസിക്കലി ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ള അതീന്ദ്രിയവാദികളുടെ ലക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. മനസ്സിനെയും ശരീരത്തെയും എല്ലാം പൂർണ്ണമായിട്ടും സമർപ്പിച്ച്, ഭഗവാനിൽ സമർപ്പിച്ച്, ഒരു ഏകാന്തമായിട്ടുള്ള സ്ഥലത്ത് പോയി മനസ്സിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചുകൊണ്ട്, എപ്പോഴും മനസ്സിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അവരതിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്നു, ഒരു കാരണവശാൽ മനസ്സിനെ പിടിവിടാതെ. അതേപോലെ തന്നെ ആഗ്രഹങ്ങളും അതേപോലെ ഉടമസ്ഥാവകാശമൊന്നുമില്ലാതെ, ആ ഒരു ഫീലിങ്സ് ഒന്നുമില്ലാതെ അവർ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്, അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കും എന്ന് പറയുന്നു അതീന്ദ്രിയവാദികൾ. ഓക്കെ, ശില പ്രഭുപാദ് പർപ്പോർട്ടിൽ എന്ന് പറയുന്നത് നോക്കാം. കൃഷ്ണ ഈസ് റിയലൈസ്ഡ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഡിഫറെൻറ്റ് ഡിഗ്രീസ് ആസ് ബ്രഹ്മൻ, പരമാത്മാൻ, supreme personality of Godhead. Krishna consciousness means consciously be always engaged in the transcendental loving service of the Lord. സോ നമ്മൾ ഓൾറെഡി പല ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ബ്രഹ്മൻ എന്താണ്, പരമാത്മാവ് എന്താണ്, ഭഗവാൻ എന്താണെന്നുള്ളത്. പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഡിവോട്ടീസും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂന്ന് ആക്ച്വലി പരമസത്യത്തെ മനസ്സിലാക്കുന്ന 3 സ്റ്റേജസ് ആണ് ആക്ച്വലി. സോ അതിൽ പരിപൂർണമായിട്ടുള്ളൊരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരമദിവ്യത്വം പുരുഷനെ മനസ്സിലാക്കുക എന്നുള്ളത്, ഭഗവാൻ റിയലൈസേഷൻ, അതായത് മൂന്നാമത് വരുന്നത്. ബ്രഹ്മൻ റിയലൈസേഷൻ ആദ്യത്തെയാണ്, അതായത് ഭഗവാന്റെ രൂപത്തെ അവർ മനസ്സിലാക്കുന്നില്ല, ഭഗവാന്റെ ആ രൂപമില്ലാത്ത ബ്രഹ്മജ്യോതിയെ അവരെല്ലാമാണെന്ന് വിചാരിക്കുന്നു. പരമാത്മവാദികൾക്ക് അവർക്ക് ഭഗവാൻ, അവർ ബ്രഹ്മജ്യോതിയെ മനസ്സിലാക്കുന്നു, കൂട്ടത്തിൽ ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ട്, അതും അവർ മനസ്സിലാക്കുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇല്ല. എന്നാൽ മൂന്നാമത് കാറ്റഗറി ഭഗവാൻ റിയലൈസേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനപ്പുറത്താണ്. ബ്രഹ്മജ്ഞാനവും ഉണ്ട്, പരമാത്മാവിൻ്റെ ജ്ഞാനവും വരുന്നു, കൂട്ടത്തിൽ ഭഗവാൻ ആരാണെന്നും ഭഗവാന്റെ ലോകത്തെക്കുറിച്ചും ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും, അതേപോലെ തന്നെ നമ്മളും ഭഗവാനും തമ്മിലുള്ള റിലേഷനും, നമ്മൾ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളതും, ജീവരസ്വരൂപമായി കൃഷ്ണേര നിത്യദാസ് എന്നുള്ളതും, നിത്യദാസനായിട്ടുള്ള ഞാൻ എപ്പോഴും സദാ ഭഗവാനെ സേവനം ചെയ്യണം എന്നുള്ളതാണെന്നൊക്കെ, ഇതാണ് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ, ഇതാണ് എൻ്റെ ജൈവധർമ്മ, ഇതാണ് എൻ്റെ പരമമായിട്ടുള്ള ധർമ്മം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഭഗവാൻ റിയലൈസേഷനുള്ളവർ, മൂന്നാമത്തെ കാറ്റഗറിയിലുള്ളവർ. ശില പ്രഭുപാദി അതാണ് പറയുന്നത്. കൃഷ്ണ കോൺഷ്യസ്നസ് മീൻസ് കോൺഷ്യസ്ലി ബീയിങ് ഓൾവേസ് എൻഗേജ്ഡ് ഇൻ ട്രാൻസെൻഡൻ്റൽ ലവിങ് സർവീസ് ഓഫ് ദ ലോർഡ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഭഗവത് സേവനങ്ങളിലേക്ക് ആഗ്രഹത്തോടുകൂടി ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ഭക്തി സേവനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കൃഷ്ണ അവബോധം എന്ന് പറയുന്നത്. ബട്ട് ദോസ് ഹു ആർ അറ്റാച്ച്ഡ് ടു ഇംപേഴ്സണൽ ബ്രഹ്മൻ ഓർ ലോക്കലൈസ് സൂപ്പർ സോൾ ആർ ഓൾസോ പാർഷ്യലി കൃഷ്ണ കോൺഷ്യസ്. Because the impersonal Brahman is the spiritual ray of Krishna and the super soul is all pervading partial expansion of Krishna. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇംപേഴ്സണൽ, അതായത് നിരാകാരവാദമാവട്ടെ, നിരാകാര ബ്രഹ്മജ്യോതിയെയാണോ അവർ ആരാധിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ പരമാത്മാവിനെയാണോ അവർ ആരാധിക്കുന്നതെന്ന് കുഴപ്പമില്ല. അവർ പാർഷ്യലി അവർ കൃഷ്ണാവബോധത്തിലുള്ളവരാണ്, മുഴുവനായിട്ടില്ലെങ്കിലും. ബിക്കോസ് അവരും പാതയിലാണ്, അവരും അതീന്ദ്രിയ പാതയിലാണ്, പൂർണ്ണമായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും. Thus the impersonalist and mediator are also indirectly Krishna conscious. അവർ ഇൻഡയറക്ട്ലി കൃഷ്ണ അവബോധത്തിലുള്ളവരാണ്, ഡയറക്ട്ലി അല്ലാന്ന് മാത്രം. A directly Krishna conscious person is the topmost transcendentalist because such a devotee knows what is meant by Brahman and Paramatma. So ഡയറക്റ്റ് കൃഷ്ണാവബോധമാണ് നമ്മൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഭഗവാൻ റിയലൈസേഷൻ, ആ ടോപ്പ് മോസ്റ്റ് റിയലൈസേഷൻ, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഭക്തിയുത സേവനങ്ങളാണ് ആക്ച്വലി ടോപ്പ് മോസ്റ്റ്. His knowledge of absolute truth is perfect, whereas the impersonalist and meditative yogi are imperfectly Krishna conscious. അവർ യോഗികളാവട്ടെ അല്ലെങ്കിൽ നിരാകാരവാദികളാവട്ടെ, അവർ
അവരെ നമ്മൾ വളരെ മോശമാണെന്ന് ഇവർ വിചാരിക്കാൻ പാടില്ല. ബിക്കോസ് അവരും അതീന്ദ്രിയവാദികളാണ്. പക്ഷേ അവരുടെ ജ്ഞാനം പൂർണ്ണമല്ല, അത്രയേ ഉള്ളൂ. അവരുടെ ജ്ഞാനം ഇൻകംപ്ലീറ്റ് ആണ്, പൂർണ്ണമല്ല. ആ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അവരിയ്ക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങാണ് ഭഗവാൻ റിയലൈസേഷൻ. നെവർത്തലെസ് ഓൾ ഓഫ് ദീസ് ആർ ഇൻസ്ട്രക്റ്റഡ് ഹിയർ to be constantly engaged in their particular pursuits so that they may come to the highest perfection sooner or later. So ശില പ്രഭുപാദ് പറയുകയാണ്, ഇപ്പോൾ നിരാകാരവാദികളാവട്ടെ അല്ലെങ്കിൽ പരമാത്മവാദികളാവട്ടെ, അവർ ഇന്നല്ലെങ്കിൽ നാളെ അവർ ഈ ഒരു സ്റ്റേജിലേക്ക് വരും. പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അവർക്കും കിട്ടും. കാര്യം അതിൻ്റെ തുടക്കത്തിലാണ് അവരിയ്ക്കുന്നത്. The first business of a transcendentalist is to keep the mind always on Krishna. So മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. One should always think of Krishna and not forget him for a moment. Smartavyam sadadam Vishnum vismartavyam na jajujit. അതാണ് ഈ ശ്ലോകം. Always think of Krishna, never forget Krishna for a moment. Concentration of the mind on the Supreme is called samadhi or trance. So പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സമാധി എന്ന് വിളിക്കുന്നത്. In order to concentrate the mind, one should always remain in seclusion and avoid disturbance by external objects. He should be very careful to accept favorable and reject unfavorable conditions that affect his realization. And in perfect determination, he should not hanker after unnecessary material things and that entangle him by feelings of possessiveness. സോ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ കാര്യം. മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ഈ പറയുന്ന യോഗികൾക്ക്, അഷ്ടാംഗ യോഗികൾക്ക് പുറമേയുള്ള സംഭവങ്ങളിൽ നിന്ന് അട്രാക്ഷൻ വരാതെ നോക്കണം. അതുകൊണ്ട് അവർ ഏകാന്തമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യോഗികളൊക്കെ ഹിമാലയത്തിലൊക്കെ പോകുന്നത്. അവിടെ ആരും ശല്യം ചെയ്യാനുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷേ ഇതൊക്കെ എന്തൊക്കെയാണെങ്കിലും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കാര്യം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആഗ്രഹങ്ങളും കാര്യങ്ങളും വരാം. മനസ്സ് പല രീതിയിലേക്ക് പല വഴിയും സഞ്ചരിക്കാം. പക്ഷേ അതിലേക്കൊന്നും വിടാതെ എപ്പോഴും നിയന്ത്രിക്കാൻ ശ്രമിക്കണം. So all these perfections and precautions are perfectly executed when one is directly in Krishna consciousness, because direct Krishna consciousness means self-abnegation, wherein there is very little chance for material possessiveness. So Srila Prabhupada പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അഷ്ടാംഗ യോഗത്തിലൂടെ നമ്മളങ്ങനെ ഒരു ഏകാന്തവാസത്തിനും വനവാസവും ഹിമാലയത്തിലൊന്നും പോകേണ്ട ആ ഒരു കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ കൃഷ്ണാവബോധം പ്രോപ്പർലി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അഷ്ടാംഗ യോഗത്തിലൂടെ നമ്മൾ നേടാൻ ഉദ്ദേശിക്കുന്ന മനസ്സിനെ നിയന്ത്രിക്കുന്ന കാര്യവും അവരുടെ പരമാത്മാ സാക്ഷാത്കാരമോ ഇതൊക്കെ കൃഷ്ണാവബോധത്തിലൂടെ ഓട്ടോമാറ്റിക്കലി കിട്ടും. അതിന് വേറെ വഴിക്ക് പോകേണ്ട ആവശ്യമില്ല. കാര്യം ആ വഴി ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള വഴിയാണ്. ഒറ്റയ്ക്കിരിക്കുക, ഒരുപാട് മനസ്സിനെ നിയന്ത്രിക്കുക. എന്നാൽ ഡയറക്റ്റ് ഭക്തിയുത സേവനങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ശ്രവണം, കീർത്തനം, സ്മരണം, ഇതെല്ലാം. അതായത് നാമജപം, ഭഗവാന്റെ കീർത്തനം ചൊല്ലുക, ആരാധന ചെയ്യുക, പൂജ ചെയ്യുക, ഭക്തരുടെ കൂടെ ഇരിക്കുക, ഇതെല്ലാം ശ്രവണം, കീർത്തനം, സ്മരണം, ഭഗവാനെ ഓർക്കുക, ലീലകൾ കേൾക്കുക, ഭഗവത്ഗീത, ഭാഗവത പഠനം, ഇതെല്ലാം ഡയറക്റ്റ് കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസാണ്. സോ ഇത് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി മറ്റുള്ള യോഗ സിസ്റ്റത്തിൻ്റെ റിസൾട്ടൊക്കെ ഡയറക്റ്റ്ലി ചെയ്യുന്ന ഈ പ്രോസസ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിലെത്താൻ സാധിക്കും. ശില രൂപ ഗോസ്വാമി ഇവിടെ കോട്ട് ചെയ്യുന്നു, അനാസക്തസ്യ വിഷയാൻ യഥാർഹം ഉപയുഞ്ചത നിർബന്ധ കൃഷ്ണ സംബന്ധേ യുക്ത വൈരാഗ്യമുച്യത്തെ പ്രാപഞ്ചികത്തായ ബുദ്ധ്യാ ഹരിസംബന്ധി വസ്തുനഃ മുമുക്ഷുഭി പരിത്യാഗോ വൈരാഗ്യം ഫൽഗു കത്യത്തെ. ഭക്തിരസാമർ സിന്ധുവാണ്. വെൻ വൺ ഈസ് നോട്ട് അറ്റാച്ച്ഡ് ടു എനിത്തിങ് but at the same time accepts everything in relation to Krishna, one is rightly situated above possessiveness. എന്താണ് പറയുന്നത്? അനാസക്തസ്യ വിഷയ യഥാർഹം ഉപയുഞ്ചതെ നിർബന്ധ കൃഷ്ണ സംബന്ധേ യുക്തം വൈരാഗ്യമുച്ചതെ. യുക്തവൈരാഗ്യം എന്ന് പറയുന്നതാണ് എന്ത്? യുക്തവൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് യുക്തവൈരാഗ്യം. യുക്തവൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളത് എല്ലാം തന്നെ, നമുക്ക് തന്നിട്ടുള്ള ഫെസിലിറ്റീസ് ആവട്ടെ, നമുക്കുള്ള കഴിവുകളാവട്ടെ, നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളാവട്ടെ, ശരീരമാവട്ടെ, എവ്രിതിങ് വാട്ട് എവർ ഈസ് ദർ, അതെല്ലാം നിർബന്ധ കൃഷ്ണ സംബന്ധേ, എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കുന്നു.
എങ്ങനെയാണ്? അതിൽ ഭഗവാനെ കണ്ടുകൊണ്ട്, എല്ലാത്തിലും ഭഗവാനുമായിട്ടുള്ള റിലേഷൻ നമ്മൾ കാണുന്നുണ്ട്. അതായത് എല്ലാം ഭഗവാന്റേതാണ്, അല്ലെങ്കിൽ എല്ലാം ഭഗവാന്റേതാണ്, അതുകൊണ്ട് എല്ലാം ഭഗവാന്റെ സേവനങ്ങളിലേക്ക് തന്നെ ഉപയോഗിക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ചെയ്യുന്നതാണ് യുക്തവൈരാഗ്യം. അതിനെയാണ് യുക്തവൈരാഗ്യം എന്ന് പറയുന്നത്. അല്ലാതെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപേക്ഷിക്കുക, റിനൗൺസിയേഷനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അതിൽ എല്ലാം ഉപേക്ഷിക്കുക, അതായത് ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തൊരവസ്ഥ വൈരാഗ്യം. അപ്പോൾ പലപ്പോഴും ഈ യോഗികളൊക്കെ അവർ ഇത് പാടില്ല, അത് പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ആ ഡിസ്റ്റർബൻസ് വരും, ഈ ഡിസ്റ്റർബൻസ് വരും. അപ്പോൾ അവർക്ക് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എല്ലാം ഡിസ്റ്റർബൻസ് ആണ് അവർക്ക്. പൈസയാവട്ടെ, ആളുകളാവട്ടെ, ഒക്കെ ഡിസ്റ്റർബൻസ് ആണ്. എന്നാൽ യുക്തവൈരാഗ്യം ഫോളോ ചെയ്യുന്ന ഒരാൾ എന്താണ് ചെയ്യുന്നത്? അവർക്ക് കിട്ടിയിട്ടുള്ള എല്ലാം, അല്ലെങ്കിൽ അവരേത് സിറ്റുവേഷനിലാണോ, അവർക്കുള്ളത് എന്താണോ, അതെല്ലാം ഭഗവാന്റെ സേവനങ്ങളിലേക്ക്, ഭഗവത് ബോധത്തിൽ നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് കൃഷ്ണസംബന്ധം, നിർബന്ധ കൃഷ്ണസംബന്ധെ, ഭഗവാനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഭഗവത് സേവനങ്ങളിലേക്ക് നമ്മൾ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നു. അങ്ങനെ പറയാം. അപ്പോൾ നമ്മളൊന്നും ഉപേക്ഷിച്ച് പോവേണ്ട ആവശ്യമില്ല. നമ്മൾ ആക്ച്വലി ചെയ്യുന്ന രീതികൾ, അല്ലെങ്കിൽ നമ്മുടെ ആ കോൺഷ്യസ്നെസ് മാത്രമാണ് മാറ്റേണ്ടത്. ഇതാണ് യുക്തവൈരാഗ്യം. ഇതാണ് ആക്ച്വലി നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പ്രോസസ്സ്. അല്ലാതെ കാട്ടിൽ പോയിട്ട് ധ്യാനിക്കാനൊന്നും ആരും പറയുന്നില്ല. ഓൺ ദ അതർ ഹാൻഡ്, വൺ ഹു റിജക്ട്സ് എവറിത്തിങ് വിത്തൗട്ട് നോളജ് ഓഫ് ഹിസ് റിലേഷൻഷിപ്പ് ടു കൃഷ്ണ ഈസ് നോട്ട് ആസ് കംപ്ലീറ്റ് ഇൻ ഹിസ് റിനൗൺസിയേഷൻ. അതിനെയാണ് ഫൽഗു വൈരാഗ്യം എന്ന് പറയുന്നത്. അതായത് ഇവിടെ രണ്ടാമത് പറഞ്ഞത്, അതായത് നമ്മൾ എല്ലാത്തിനെയും റിജക്റ്റ് ചെയ്യുന്നു. പല യോഗികളും, പല ടൈപ്പ് ഓഫ് സന്യാസിമാരും, മായാവതി സന്യാസി, അവരൊക്കെ പറയും അവരെല്ലാത്തിനെയും റിജക്റ്റ് ചെയ്യും. നോ, ഇത് പാടില്ല, അത് തൊടാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. കാര്യം അവർ ഭഗവാനെ കാണുന്നില്ല, അതിൽ ഭഗവാനുമായിട്ട് കണക്ഷൻ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള അവർ വിചാരിക്കും മെറ്റീരിയൽ കാര്യം ഭൗതികമായിട്ടുള്ളതാണ്, അതുകൊണ്ട് ഐ കാൺ ടച്ച്, എനിക്ക് തൊടാൻ പോലും പറ്റില്ല എന്ന് പറയും അവർ. ആക്ച്വലി ബുദ്ധിയുള്ള ആളെന്താ പറയുന്നത്? യുക്തവൈരാഗി എന്താണ് പറയുന്നത്? ശുദ്ധ ഭക്തരെന്താണ് പറയുന്നത്? ശീലപ്രഭാനെ പോലുള്ളവർ, ഗുരുജനങ്ങൾ, അവർ ഉള്ളതെല്ലാം ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കും. അവർ പറയുന്നില്ല പൈസ തൊടാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, അതൊന്നും പാടില്ല, അതൊന്നും പറയുന്നില്ല. ഉള്ളതെല്ലാം തന്നെ ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കും. കാര്യം അവർക്കറിയും ഇതെല്ലാം ഭഗവാൻ തന്നെ തന്നിട്ടുള്ളതാണ്, ഇതെല്ലാം ഭഗവാന്റേതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദേ ആർ എൻഗേജിങ് ഇൻ കൃഷ്ണ സർവീസ്. സോ അതാണ് പെർഫെക്ഷൻ. ഇല്ലെങ്കിൽ അത് ഫൽഗു വൈരാഗ്യമാണ്. അതാണ് ശില രൂപ ഗോസ്വാമി പറയുന്നത്. A Krishna conscious person well knows that everything belongs to Krishna, and thus he is always free from the feelings of personal possession. So കൃഷ്ണബോധത്തിലുള്ള ഒരാൾ, അവർ എല്ലാത്തിൻ്റെയും ഞാൻ ഉടമസ്ഥാവകാശം അവർക്ക് ആ ഒരു ഫീലിങ്സ് ഇല്ല. കാര്യം അവർക്കറിയാം എല്ലാം ഭഗവാന്റേതാണെന്ന്. ആസ് സച്ച് ഹി ഹാസ് നോ ഹാങ്കറിങ് ഫോർ എനിത്തിങ് ഓൺ ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. സോ അതുകൊണ്ട് ഒന്നിനോടും ഒരു ആസക്തിയുമില്ല. He knows how to accept things in favor of Krishna consciousness and how to reject things unfavorable to Krishna consciousness. ഇതാണ് ആനുകൂല്യസ്യ സങ്കല്പ പ്രതികൂല്യസ്യ വർജനം. അതായത് ഭക്തിക്ക് അനുകൂലമായിട്ടുള്ളതിനെ സ്വീകരിക്കുന്നു, പ്രതികൂലമായിട്ടുള്ളതിനെ നമ്മൾ ത്യജിക്കുന്നു, റിജക്റ്റ് ചെയ്യുന്നു. He is always aloof from material things because he is always transcendental. He is always alone, having nothing to do with the person not in Krishna consciousness. സോ അവർ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുന്നു. അവരെപ്പോഴും അതീന്ദ്രിയ തലത്തിലായിരിക്കും. മാത്രമല്ല അവർ ഭഗവാന്റെ ഭക്തരുമായിട്ട് സംഘം കൂടാൻ നോക്കുന്നു. ഭക്തർ അല്ലാത്തവരിൽ നിന്ന് പതുക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. കാര്യം അതൊക്കെ അസത് സംഘമാണ്. അതുകൊണ്ട് ദെയർ ഫോർ എ പേഴ്സൺ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ഇസ് എ പെർഫെക്റ്റ് യോഗി. സോ അതുകൊണ്ട് കൃഷ്ണാവബോധത്തിലുള്ളൊരു ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് യോഗി ആവാൻ സാധിക്കും. അല്ലെങ്കിൽ അദ്ദേഹമാണ് പെർഫെക്റ്റ് യോഗി. അതാണ്. അല്ലാതെ കാട്ടിൽ പോയി കുറേ കാലം തപസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ആ പ്രോസസ്സ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ്. ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട് അതിൻ്റെ ഡിഫിക്കൽട്ടി, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ആക്ച്വലി ഇനിയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പഠിക്കും മുന്നോട്ട്. അപ്പോൾ കൃഷ്ണാവബോധത്തിലായാൽ മതി, നമുക്ക് എല്ലാവിധ സെൻസ് കൺട്രോളും കിട്ടും. കാരണം യോഗിയുടെ ഉദ്ദേശം സെൻസിനെ കൺട്രോൾ ചെയ്യുക, ഭഗവത് സാക്ഷാത്കാരമാണ്. സെൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ആദ്യം മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് ആദ്യത്തെ കാര്യം. പിന്നെ പരമാത്മ സാക്ഷാത്കാരം, ഇതാണ് അവരുടെ ഉദ്ദേശം. എന്നാൽ കൃഷ്ണാവബോധത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുത സേവനങ്ങളിലൂടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു, ഓട്ടോമാറ്റിക്കലി നിയന്ത്രണത്തിൽ വരുന്നു.
നമുക്ക് പരമാത്മ സാക്ഷാത്കാരം മാത്രമല്ല, ഭഗവത് സാക്ഷാത്കാരം കിട്ടുന്നു. ഭഗവാൻ റിയലൈസേഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു. സോ കൃഷ്ണ കോൺഷ്യസ്നെസ് ആണ്, ഭക്തി സേവനങ്ങളാണ് നല്ല ഓപ്ഷൻ, ഏറ്റവും നല്ല ഓപ്ഷൻ. ഓക്കെ, സോ താങ്ക് യു. ശ്രീ ഭഗവത്ഗീത കി ജായ്, ശ്രീല പ്രഭുപാദ് കി ജായ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ.